അള്ളാഹുവിൻ്റെ മഹത്തരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് റഖീബ് എന്നത്. എല്ലാത്തിനെയും വീക്ഷിക്കുന്നവൻ എന്ന് ഒറ്റവാക്കിൽ നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ 3 തവണയാണ് ഈ ഇസ്മ വന്നത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 312 ആണ്. അള്ളാഹു എല്ലാ വസ്തുക്കളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വസ്തുവിനെ തൊട്ടും ഒരൽപ്പ നിമിഷം പോലും അള്ളാഹു അശ്രദ്ധവാനാകുന്നില്ല. ഏതെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നവനിലേക്കോ ഉണർത്തുന്നവനിലേക്കോ അള്ളാഹുവിന് ആവശ്യം ഇല്ല. റഖീബ് എന്ന ഇസ്മ് ഒരാളെ സംബന്ധിച്ച് പറയൽ തന്നെ അയാൾ ഒരു വസ്തുവിനെ നോട്ടം ചെയ്യുകയും ഒരൽപ്പം പോലും അശ്രദ്ധ അവനിൽ ഉണ്ടാകാതിരിക്കുകയും എപ്പോഴും അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളെക്കുറിച്ചാണ്. അത്തരത്തിലുള്ള ആൾക്കാണ് റഖീബ് എന്ന് പറയുക. അള്ളാഹു അവൻ്റെ അടിമകളെ നിത്യമായി ഒരൽപ്പം പോലും അശ്രദ്ധ വന്നു ചേരാത്ത നിലയിൽ നോട്ടം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മർക്കബ് എന്ന ഒരു പ്രയോഗം അറബിയിലുണ്ട്. അൽ മക്കാനുൽ ആലി യഖിഫു അലൈഹി നാദിർ. ഓരോ കാര്യങ്ങളും വീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആള്, കയറി നിൽക്കുന്ന ഉയർന്ന സ്ഥലം എന്നാണ് മർക്കബ് എന്ന വാക്കിൻ്റെ അർത്ഥം. റഖീബ് എന്ന ഇസ്മ് റിഖബത്ത് എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. ഒരു ക്ഷീണവുമില്ലാത്ത നിലയിലുള്ള നിരീക്ഷണം എന്ന അർത്ഥമാണ് റിഖബത്ത് എന്നതിന് ഉള്ളത്. ഒരു വസ്തുവിനെ കാത്ത് രക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള റഖാബത്ത് എന്നതിൽ നിന്നാണ് റഖീബ് എന്ന ഇസ്മ ഉണ്ടായത് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് റഖീബ് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ ഏതൊരു കാര്യത്തിലും അവൻ അള്ളാഹുവിനെ മുറാഖബത്ത് ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു അവനെ നോട്ടം ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധത്തിലേക്ക് അവൻ എത്തുകയും മറ്റൊന്നുകൊള്ളയും തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ അവനിലില്ലാതെയാവുകയും ചെയ്യും എന്നാണ്. റഖീബ് എന്ന ഇസ്മുമായിട്ട് താല്ലുക്ക്, ബന്ധമുണ്ടാകേണ്ടത് ഏതു സമയത്തും അള്ളാഹുവുമായിട്ടുള്ള മുറാഖബയിൽ കഴിഞ്ഞുകൂടലാണ്. എൻ്റെ എല്ലാ ചലനങ്ങളും നിശ്ചലനങ്ങളും വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമൊക്കെ അള്ളാഹു അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന ആ അറിവ് കൊണ്ട് മതിയാകൽ ശ്രദ്ധിക്കലാണ് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുന്നതിൻ്റെ അടയാളം. ഇനി ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തി നാം അതുകൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹത്തുക്കൾ പറഞ്ഞു, നീ എപ്പോഴും നിന്റെ നഫ്സിനെ നിരീക്ഷിക്കുന്നവനാകണം, വീക്ഷിക്കുന്നവനാകണം. അതേപോലെ തന്നെ നിന്നോട് വീക്ഷിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ച ആളുകളുടെ മേലിലും നിന്റെ വീക്ഷണം എപ്പോഴും ഉണ്ടാകണം.
നിന്റെ കുടുംബം, നിന്റെ സന്താനങ്ങൾ, അവരുടെ കാര്യമൊക്കെ നീ വീക്ഷിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു കൽപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ശരീരത്തിൻ്റെ മേലിലും നിന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നിന്റെ അഹ്ലുകാരുടെ മേലിലുമൊക്കെ നിന്റെ ഒരു വീക്ഷണം എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. മുറാഖബ എന്നത് റഖീബ് എന്നതിൽ നിന്നുണ്ടായ ഒരു പദമാണല്ലോ. എന്താണ് മുറാഖബ എന്ന് പറഞ്ഞാൽ? നമ്മോടൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മുറാഖബ ഉള്ളവരാകണമെന്ന്. മുറാഖബ എന്നാൽ അല്ലാഹു ഏത് സമയത്തും ഏത് കാര്യത്തിലുമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകലാണ്. നമ്മളുടെ ശരീരവും അതുപോലെ തന്നെ പിശാചും നമുക്കുള്ള രണ്ട് ശത്രുക്കളാണ് എന്നും ആ ശത്രുക്കളുടെ ശത്രുത, ആ ശത്രുക്കളുടെ ചതി വഞ്ചനകൾ നമ്മിൽ നിന്ന് ഇല്ലാതെയാകാൻ എനിക്കെൻ്റെ റബ്ബിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന ഒരു ബോധത്തിലേക്കും ഒരു മനുഷ്യൻ എത്തലാണ് മുറാഖബ. അല്ലാഹു റഖീബാണ് എന്നതിന് ചില പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞത് നമുക്ക് കാണാനും അറിയാനും കഴിയുന്നതും കഴിയാത്തതുമായ എല്ലാ കാര്യങ്ങളുടെ മേലിലും അല്ലാഹു അറിയുന്നുണ്ട്. ഒരു രഹസ്യവും ഒരു സ്വകാര്യവും അല്ലാഹുവിൻ്റെ മേലിൽ അവ്യക്തമാകുന്നില്ല. ഓരോ സൃഷ്ടികളുടെ ഓരോ അവസ്ഥകളും പ്രവർത്തനങ്ങളും അല്ലാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. ഈ ഇസ്മ ധാരാളമായിട്ട് ചൊല്ലുകയും ഇതുമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോൾ നമ്മിൽ ആത്മീയമായ ഒരു ഉണർവ് എപ്പോഴും ഉണ്ടാകും. ഒരു ഭയം, ഒരു ഭക്തി പ്രത്യേകമായി ഉണ്ടാകും. അതുപോലെ തന്നെ ഇഖ്ലാസും തഖ്വയുമൊക്കെ നമ്മിൽ ഉണ്ടാകും. ഇനി ഈ ഇസ്മിൻ്റെ പ്രത്യേകതകളായി മഹത്തുക്കൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഈ ഇസ്മിനെ ധാരാളമായിട്ടൊരാൾ ചൊല്ലുമ്പോൾ തീർച്ചയായും അവൻ്റെ സന്താനങ്ങളിലും സമ്പത്തിലും കാവലുണ്ടാകും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന്. എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കളഞ്ഞുപോയാൽ, യാ റഖീബ് യാ അല്ലാഹു എന്ന ആ ഒരു ദിക്റിനെ ധാരാളം ചൊല്ലുമ്പോൾ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചെത്താൻ കാരണമാകും. ഒരു ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിന് വല്ല പ്രയാസവും വരുന്നത് കാണുമ്പോൾ ഈ മഹത്തായ ഇസ്മ ധാരാളമായി ചൊല്ലുമ്പോൾ ആ പ്രയാസം ഇല്ലാതെയാകും. നാം ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ആളുകളുടെ മേലിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പേടിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഇസ്മ ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും അവരിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.